നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് രാവിലെ ഇങ്ങനെ നോക്കുന്ന സമയത്തിൽ മാർക്കറ്റ് 60 പോയിന്റ് ഡൗണിലാണ് ഇരുന്നത്. നിഫ്റ്റിയും ഡൗണിലിരുന്നു, സെൻസെക്സും ഡൗണിലിരുന്നു. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ പ്രഷറിൽ കയറ്റണോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. എന്തെന്ന് വെച്ചാൽ ഇന്നലെ S&P 500 ഒക്കെ മുകളിലിരുന്നു. എന്ത് നടക്കുന്നു എന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നോക്കണം. ആദ്യം ഇന്ത്യയിലിരിക്കുന്ന മെയിൻ ന്യൂസിനെ നോക്കാം. വാറ്റ് വന്നിട്ട്, അതായത് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ വന്നിട്ട് 2.3% ITCയിൽ സ്റ്റേക്ക് വയ്ക്കുന്നു. റഫ്ലി $1.4 മില്യൺ. ഇതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം. 2.3% സ്റ്റേക്കിൽ പോയെങ്കിൽ നിങ്ങളടുത്ത് ഇതിൽ 23.4 തന്നെ നിങ്ങളടുത്ത് സ്റ്റേക്ക് ഇരിക്കും. ഇത് ഒരു സ്ട്രക്ചേർഡ് ഡീലാണ്. ഇതൊക്കെ സംസാരിച്ച് തന്നെ ചെയ്യുന്നു. കുറച്ച് ഡിസ്കൗണ്ടിലും വിൽക്കുന്നു. 400 രൂപ ഒരു ഷെയറിൻ്റെ ഫ്ലോട്ട് പ്രൈസ് എന്ന് പറയുന്നു. ആ ഫ്ലോട്ട് പ്രൈസിൽ തന്നെ വിൽക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞാൽ ഇന്ന് ITC ഇറങ്ങിയിട്ടുണ്ട് 419. ഇന്ന് നിങ്ങൾ വാങ്ങിയെങ്കിൽ ഡിവിഡൻഡ് കിട്ടത്തില്ല. ഡിവിഡൻഡ് വാറ്റിന് തന്നെ പോകും. ഈ ഡിവിഡൻഡിനെ വിട്, ഇത് നല്ല ബൈയാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതൊരു നല്ല കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് വാറ്റിൽ ഒരുപാട് കടങ്ങളുണ്ട്. ഈ റിസ്കിനെ കാണിച്ച് തന്നെ നിങ്ങളെടുത്ത് ITC വാങ്ങണ്ട എന്ന് പറയും. 29 ആൾറെഡി കുറച്ച് വിറ്റു. ഇനിയും കുറച്ച് വിൽക്കാൻ പോകുന്നു. 23% വാങ്ങാൻ വേണ്ടി ആൾക്കാർ റെഡിയായിരിക്കുന്നു. കാരണം ഈ ബാറ്റ് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാനുള്ള കാര്യമാണ്. ഇറങ്ങിയെങ്കിലും അങ്ങനെ 150 രൂപയ്ക്ക് ഇറങ്ങിയെങ്കിലും നമുക്ക് നല്ല കൺസിഡർ ഇറങ്ങാൻ കൺസിഡർ ചെയ്യാം. ഒരു നല്ല ചാൻസാണ്. അടുത്തത് LICയിൽ Q4ൽ 38% പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. 2 രൂപ ഡിവിഡൻഡ് എന്ന് പറയുന്നു. 2 രൂപ ഡിവിഡൻഡ് യാരിന് പോകുമെന്ന് വെച്ചാൽ അമേരിക്കാണ് പോകും. യാരിന് മുമ്പേ യാരിന് നോൺ പ്രോഫിറ്റ് ഇരിക്കുമ്പോൾ യാർക്ക് പേടിക്കണം? പോളിസി ഹോൾഡറിനെ പേടിക്കണം. നിങ്ങളെ തലയിൽ പോളിസിയും കെട്ടിയോണ്ട് അത് ലാഭവും നോക്കിയിട്ട് ഈ ഗ്യാരണ്ടി ഫീയും വാങ്ങിയോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ബാങ്കിൽ ലോണും എടുക്കുന്നു. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കമ്പനിയെ പോളിസി കൊടുക്കാതെ പബ്ലിക് കമ്പനിയായിട്ട് മാറ്റി സർക്കാരെ അതിന് ലോൺ നിട്ടു തിരികെ 5% നിങ്ങളെടുത്ത് കൊടുത്തിട്ട് തിരികെ ഡിവിഡൻഡ് അവരെ തരുന്നു. നോക്കിക്കൊള്ളണം. തിരികെ 6% വിൽക്കും. വെക്കുന്ന സമയത്തിൽ വില കുറയും. ഇത് തന്നെ LICയുടെ ജോലി. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ജിയോയും ബ്ലാക്ക് റോക്കും ചേർന്ന് ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇടാമെന്ന് പറയുന്നു. ആൾറെഡി ഓവർ ക്രൗഡഡ് സ്പേസ് ആണ്. ഇതിൽ വലുതാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടെക്നോളജിയെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ടെക്നോളജി വെച്ച് ഒരുപാട് പേര് അതിനു മുമ്പേ വന്നിട്ടുണ്ട്. കാരണം ഇതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ജിയോയും എന്നും ഒരു വലിയ കൺസ്യൂമർ ഫേസിങ് ബ്രാൻഡായിട്ട് ഇരുന്നതില്ല. എങ്കിലും അവർ വന്നിട്ട് പെർഫോം നല്ലവണ്ണം ചെയ്യുന്നില്ല എന്ന് പല പേർ പറയുന്നു. കാരണം ഇത് റീറ്റെയിൽ ഫേസിങ് ബ്രാൻഡായിരിക്കുമെന്ന് നോക്കിയാൽ അങ്ങനെയും അത് ഇരിക്കത്തില്ല. ഇത് കാരണം ഇത് ഒരു വലിയ ന്യൂസാണ് കൺസിഡർ ചെയ്ത് ഇതിൽ നിങ്ങൾ പ്രശ്നത്തിൽ ഇടപെടേണ്ട. എൻ്റെ അടുത്ത് ഡിഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിഫൻസ് സ്റ്റോക്കിൽ ഞാൻ 4 കാര്യം റിപ്പീറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ടാറ്റ പവർ, രണ്ടാമത് ടാറ്റ മോട്ടോഴ്സ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ കോട്ടേജ്. അത് തന്നെ ഇന്ന് എക്കണോമിക് ടൈംസിൽ വലിയ ന്യൂസ്. എന്തെന്ന് വെച്ചാൽ ലാർസൻ ആൻഡ് ട്യൂബ്രോ വന്നിട്ട് $1 മില്യൺ വരയ്ക്കും ഇന്ത്യൻ ആർമിക്ക് സപ്ലൈ ചെയ്യുന്നു. ഒരു ബിസിനസ്സായിട്ട് വലുതായി ഡെവലപ്പ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നു. നമ്മൾ വളരെ ചീപ്പായിട്ട് മുമ്പേ കൺസിഡർ ചെയ്ത് വച്ചിട്ടുണ്ട്. സോ നമ്മൾ ഹാപ്പി ആയിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കാം. ഇത് ഗവൺമെൻറ് ഡിഫൻസ് വാങ്ങിയെങ്കിൽ നമുക്കിതിന് എക്സ്ട്രാ കാശാണ്. ഡിഫൻസ് വാങ്ങിയില്ല എങ്കിലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ഫുള്ളായിട്ട് മിസൈൽ ടെക്നോളജി, ഗൺ ടെക്നോളജി എല്ലാം ഇവരെടുത്തിരിക്കുന്നു. അവരെ ഓൺലി പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതുവരേക്കും ഓർഡറേ കൊടുത്തില്ല. ഇതിന് വേണ്ടിയിട്ട് അവർ സബ്മറൈൻ ചെയ്യാനും ബോട്ട്സൊക്കെ ഷിപ്സൊക്കെ ചെയ്യാനും അവർ മെഡ്രാസിൽ ഒരു ഫെസിലിറ്റിയെ വെച്ചിട്ടുണ്ട്. അതിനും ഇന്നും ഓർഡർ കൊടുത്തില്ല. ഓർഡർ കൊടുത്താൽ അത് ഫുള്ളായി ചെയ്യേണ്ട കപ്പാസിറ്റി L&Tയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ L&T കോസ്റ്റ്ലിയാണ്. ഒരു കാലത്തിൽ അത് വളരെ ചീപ്പായി കിട്ടിയായിരുന്നു. ബട്ട് ഇതിൽ ഒരുപാട് ബിസിനസ് ഇരിക്കുന്നു. ബട്ട് ഇപ്പം നോക്കിയെങ്കിൽ വെസ്റ്റ് ഏഷ്യയിൽ ഒരുപാട് പെട്രോളിയം ആൻഡ് ഓയിൽ നിറച്ച് ഓർഡേഴ്സ് എടുത്തിരിക്കുന്നു. ഇത് കാരണം ഇവർ നന്നായി ബിസിനസ്, കൺസ്ട്രക്ഷന് 2 സോഫ്റ്റ്വെയർ കമ്പനിയും ലിസ്റ്റഡ് ഇരിക്കുന്നു. പ്ലസ് L&T ഫിനാൻസ് വരെ ഇരിക്കുന്നു. ഇത് മാർക്കറ്റിൽ വീഴുന്നുവെങ്കിൽ L&Tയെ നമ്മൾ കൺസിഡർ ചെയ്യാം. നോട്ട് അറ്റ് ദിസ് പ്രൈസ്, ബട്ട് ഇതിനൊരു കൺസിഡറേഷൻ റേഞ്ച് ഇരിക്കുന്നു. അത് വന്നാൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇത് വീഴുമാൻ നോക്കാം. പക്ഷേ എല്ലാവരും ഇതിലൊരു കണ്ണ് വച്ചിരിക്കുന്നത് നല്ലത്. ഒരു സ്റ്റോക്ക് എങ്ങനെ വാങ്ങണം എന്നതിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ തരാം. ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ അത് കൺസിഡർ എങ്കിൽ ഇരുന്നിട്ടില്ല. അതിൻ്റെ മുമ്പേ എൻ്റെ അച്ഛൻ്റെ കാലത്തിൽ വാങ്ങിയത് 2008 അടുത്ത് ഒരു വലിയ ക്രൈസിസ് വന്ന സമയത്തിൽ ഷോക്ക് ലേരാൻ അപ്പം 18 രൂപയ്ക്ക് ഇരുന്നു. ഈ ഒരു 1800 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിയായിരുന്നു. ലാസ്റ്റ് പ്രൈസ് എൻ്റെ അച്ഛൻ്റെതായിരുന്നു. ഈ 1800 രൂപ ഇന്നൊരു ബോണസ് ഇട്ട് 200 രൂപ ആയി. അച്ഛൻ ഇട്ടത് എത്ര? 1800.
ഈ വർഷം ₹6.75 ഡിവിഡൻഡ് തന്നിരിക്കുന്നു. അപ്പോൾ 200 ഷെയർ എത്ര രൂപ എന്ന് നോക്ക്. 1200 കുറച്ച് 1300 എന്ന് വെച്ചോ. ഇട്ടത് 1800, ഇത് 1300. മുമ്പേ കുറച്ച് എടുത്തായിരുന്നു 1300. ഇപ്പോൾ 200 ഷെയർ 400 ഷെയറാ മാറി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിവിഡൻഡ് തന്നപ്പോൾ ഈ 6 എന്ന് പറയുന്നത് 2400 രൂപയായിട്ട് മാറും. ഞങ്ങൾ ഇട്ട 1800 രൂപ. എന്തുകൊണ്ട് ഞാനിത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്റ്റോക്കിനെ വാങ്ങിയെങ്കിൽ നല്ല കമ്പനിയെങ്കിൽ 10-15 വർഷം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ നന്നായിരിക്കും. ഇത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. L&T ദെൻ അശോക് ലേലാൻഡ് കുറിച്ച് നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാം. എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു 100 വർഷം ഇരിക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഈ ന്യൂ ടെക്നോളജി സ്റ്റോക്കിനെ ഞങ്ങൾ വാങ്ങിയെങ്കിൽ വളരെ നഷ്ടമാണ്. ഓള വാങ്ങിയാൽ നമ്മൾ തലയിൽ വെള്ളത്തുണ്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കണം. അവൻ്റെ അടുത്ത് സ്കൂട്ടർ ചെയ്യുന്ന ടെക്നോളജിയേ ഇല്ല. ഓൾറെഡി ലാസ്റ്റിലിരിക്കുന്നു. 3-ാം സ്ഥലത്തിൽ ഇറങ്ങിയായിരുന്നു. 20% മാർക്കറ്റ് ഷെയറിന് ഇറങ്ങിയായിരുന്നു. TVS തന്നെ നമ്പർ 1 25% മാർക്കറ്റ് ഷെയർ. ബജാജ് വന്നിട്ട് നമ്പർ 2 22% മാർക്കറ്റ് ഷെയർ ആയിരുന്നു. ഏത്തർ എനർജിനി 2 അപ്പോൾ അവ എപ്പോൾ റോട്ടിനെ വിൽക്കണോ അപ്പോൾ തന്നെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ വരും എന്ന കാര്യത്തിൽ നിങ്ങളടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. അവൻ 13% മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ് കാറ്റിൽ പറക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതുവരെയ്ക്കും ഏത് കമ്പനിയും ലാഭത്തിൽ ചെയ്തതില്ല. അതേ തന്നെ പേടിഎമ്മും പോളിസി ബസാറും അഡ്ജസ്റ്റഡ് കമ്പനിയാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾ നന്നായിരിക്കും. നിങ്ങൾ തന്നെയല്ലേ സാർ പറഞ്ഞു 10 വർഷം ഒരു കമ്പനി വാങ്ങി വെച്ചാൽ നന്നായിരിക്കുമെന്ന്. ഓലായ വാങ്ങിയോ ഇല്ലെങ്കിൽ സമോട്ടോ, അതായത് ഇതിപ്പോൾ എട്ടാനെല്ലാം മാറിയിരിക്കുന്നു, അത് വാങ്ങിയാലോ. അതൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വെള്ളത്തുണ്ടിനെ തലയിൽ എടുത്തിട്ടുണ്ടിരിക്കുക. ഇതുപോലെ ഞങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ വന്നുവെങ്കിൽ ഞങ്ങൾ ബോക്സിലിരിക്കുന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് കാണിക്കാം. നെസ്ലെ ഇന്ത്യയിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, രേഷ് റായൻ ഒരുപാട് സംസാരിച്ചെന്ന് പറഞ്ഞ് അവർ തൂക്കിയായിരുന്നു. അവരെ ബദൽ ദിവാരി എന്ന് ഒരാൾ വന്നിട്ടുണ്ട്. പല ക്രൈസിസിനെ സുരേഷ് നാരായണൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ മാൻറ്റി പ്രോബ്ലമിനെ സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തായിരുന്നു. ദിവാരി എന്ത് ചെയ്യുന്നെന്ന് നോക്കാം. അടുത്തത് TTK പ്രസ്റ്റീജ് 4th ക്വാർട്ടറിൽ ലോസാണ്. 41 കോടി രൂപ ലോസാണ്. എന്തെന്ന് വെച്ചാൽ UK ഒരു സബ്സിഡറി വെച്ചിട്ടുണ്ട്. ആ UK സബ്സിഡറിയിൽ ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറഞ്ഞ് 75 കോടി പോയായിരുന്നു. 4th ക്വാർട്ടറിൽ മാത്രം തന്നെ ലോസ്. ഓവറോളായിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് 6 രൂപ ഡിവിഡൻഡ് ഒരു ഷെയറിന് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ കുറച്ച് ദിവസത്തിന് മുമ്പേ കൺസിഡർ ചെയ്ത കാരണത്താൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഡിവിഡൻഡ് നമുക്ക് കിട്ടും. ബട്ട് ഓവറോളായിട്ട് TPKന് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ, മിഡിൽ ക്ലാസ് വാങ്ങുന്നില്ല. അത് കാരണം വലുതായിട്ട് വ്യാപാരമില്ല. ബട്ട് ഇതൊരു നല്ല കമ്പനിയാണ്. TT ജഗന്നാഥൻ എന്ന് പറയുന്ന ആളാണ് MD. അവർ വന്നിട്ട് ഈ പാറ്റൻ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ വിസിലൂതണം. അത് ഇറങ്ങിയെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ നമുക്കൊരു നല്ല ചാൻസാണ്. ഇന്നും കുറച്ച് ഇറങ്ങട്ടും, അപ്പം നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തത് വന്ന് ടൊയോട്ടയെ കുറിച്ചുള്ള ന്യൂസാണ്. ടൊയോട്ട എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പുതു ഡ്രൈവിംഗ് സോഫ്റ്റ്വെയർ റെഡിയായി. ഈ മാർച്ച് മാസം ഞങ്ങൾ അതിനെ സ്പോർട്സ് മോഡലിനോടൊപ്പം അതിനെ വിടും. ടെസ്ലയോടൊപ്പം ഞങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യും. അങ്ങനെ തന്നെ അനൗൺസ് ചെയ്തായിരുന്നു. സോ ടെസ്ലയോടൊപ്പം കോമ്പറ്റീഷന് ടൊയോട്ട വന്നായിരുന്നു. അപ്പോൾ ടൊയോട്ട വന്നിട്ട് സ്ലോലി ഇൻ ജാപ്പനീസ് കൾച്ചർ കൈസൻ എന്ന് പറയും. നീ കുറച്ചായിട്ട് വന്ന് മാർക്കറ്റിനെ പിടിക്കുന്നതിലാണ് അവർ സ്പെഷ്യലിസ്റ്റ്. മുത്തൂട്ട് ഇത് അൺലിസ്റ്റഡ് കമ്പനിയാണ്. ബ്ലൂ മുത്തൂട്ട് എന്ന് പറയും. മുത്തൂട്ട് ഫിനാൻസ് എന്ന് പറയുന്നത് റെഡ് കളർ കമ്പനിയാണ്. ഇതിലിരുന്ന് പിരിഞ്ഞു വന്നവരാണ് ഇവർ. സബ്സിഡിയറി കമ്പനി ലിസ്റ്റായിട്ടുണ്ട്. പക്ഷേ പാരന്റ് കമ്പനി ലിസ്റ്റായില്ല. പക്ഷേ ഗോൾഡ് ലോൺ എത്രയും പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വയ്ക്കുന്നു. ഇത് അപ്പർ ലെയർ കമ്പനി ആകും, ലിസ്റ്റ് ആകും. പക്ഷേ അവരുടെ റവന്യൂ മട്ടും ഇന്ന് ഗ്രോ ആയില്ല. പാസ്റ്റിട്ട് 40% ഗ്രോത്തിലാണ് ഇരിക്കുന്നത്. ഇത് കാരണം ഇത് സൂപ്പറായ ബിസിനസ്. ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഇതിനെ ഹോക്കിയിലെടുക്കാം. ഇതിനെ നോക്കിയിട്ട് നിങ്ങൾ മണപ്പുറത്തിനെയും മുത്തൂട്ട് ഫൈനാൻസിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യാം. മുത്തൂട്ട് ഫിനാൻസ് വളരെ കോസ്റ്റ്ലി. അതിന് ബദലായി നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഗോൾഡ് ലോൺ ബിസിനസ് വളരെ നന്നായിരിക്കുന്നു. ഇത്രയും തന്നെ റൂൾസ് ഇട്ടാലും ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാശ് കൊടുക്കും. ജനങ്ങൾ അതിനെ വാങ്ങാൻ തന്നെ ചെയ്യും. ഗോൾഡിൻ്റെ വില ഫ്ലാറ്റ് ആയിരിക്കുന്നു. 8,945 to 8,990 ഇരിക്കുന്നു. ഓവറോളായിട്ട് ഗോൾഡ് 3,300 മുകളിൽ ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം തന്നെ ഗോൾഡ് ലോൺ ബിസിനസ് സക്സസ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഏഷ്യയിൽ $75 trillion അമേരിക്കൻ അസറ്റ്സ് ഇരിക്കുന്നു. പ്രൈമറിലി അമേരിക്കൻ്റെ ട്രഷറി ബോണ്ടാണത്. നിങ്ങൾ വന്നിട്ട് ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ റെക്കോർഡ് നോക്കിയെങ്കിൽ അവർ വിൽക്കാൻ തുടങ്ങിയായിരുന്നു. ഇൻഫാക്റ്റ് അവരുടെ ലാർജസ്റ്റ് ക്രെഡിറ്റർ നേഷൻ തന്നെ വെളിനാട്ടിന് കടം കൊടുക്കുന്നത്. ജപ്പാൻ ഒരു 34 വർഷം ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് കുറഞ്ഞായിരുന്നു. ജർമ്മനി ഫസ്റ്റ് പ്ലേസിൽ പോയായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഏഷ്യയിലിരുന്ന് പതുക്കെ US അസറ്റ്സിനെ വിൽക്കാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ദിവസത്തിന് മുമ്പ് ഈ ചാനൽ ഞാൻ ഹിൻ ചെയ്തായിരുന്നു.
തായ്വാൻ ഡോളർ ഒരു ദിവസം പെട്ടെന്ന് സർജായെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യുഎസ് അസറ്റിനെ വിൽക്കാൻ തുടങ്ങി. ട്രംപിന്റെ ടാരിഫ് വന്നിട്ട് ആ ട്രാൻഡ്രം വന്നിട്ട് അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ഇരിക്കുന്നു. ഇത് അമേരിക്കൻ ബോണ്ട് ഡീൽസിനെ പുഷ് ചെയ്യും. ലോകത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ആകും. ഇന്ന് ബ്ലൂംബെറിൽ വന്നിട്ടുണ്ട്. തിരികെ നിങ്ങൾ സിൽവറിനെ കുറിച്ച് ചോദിക്കുന്നു. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു കറൻസി എല്ലാ സെൻട്രൽ ബാങ്കും വച്ചിട്ടുണ്ട്. എന്ന് സിൽവറിനെ വന്ന് കറൻസി എന്ന് പറഞ്ഞ് സിൽവർ ബാങ്ക് വയ്ക്കുന്നു, അന്ന് തന്നെ ഞാൻ സിൽവറിനെ ട്രാക്ക് ചെയ്യും. സിൽവറിനെ അതുപോലെ കറൻസിയായി വിചാരിച്ചാൽ പല പ്രോബ്ലം വരും. ഇന്ത്യയിലെ 1890s വലിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ട്. നമുക്കിന്ന് മെസ്സേജ് വളരെ ക്ലിയർ. സ്ട്രോങ്ങർ കമ്പനിയൊക്കെ വച്ചിരിക്കാൻ വീക്കർ കമ്പനിയൊക്കെ ലോസ് ആകും. വീക്കർ കമ്പനിയുടെ പുറത്ത് പോകണ്ട. കമ്പനി വാങ്ങിയ 3-4 കമ്പനി ലോസ് ആകുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിന് നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ബന്ധക്കാർക്കും ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.